ബഷീർക്ക് എവിടെ? ബഷീർക്ക് എവിടെ നോക്കാം. നമസ്കാരം ബഷീർക്ക. നമസ്കാരം ബഷീർക്ക. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? രാവിലെ എന്തോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. അതെ. ആണോ? വെള്ളയുമാണ്. ഇത് തന്നെയാണോ വേഷം പൊതുവേ? പൊതുവേ ഇതാ വേഷം ആണല്ലേ? ഓക്കെ. ഇത് നമ്മള് സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തെ അവരുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ തൊട്ടുമുറ്റത്ത്, വീടിന്റെ മുറ്റത്ത് ഒരു വല കാണും അല്ലേ, ഒരു ബോട്ട് കാണും. എങ്ങനെയാ, മത്സ്യത്തൊഴിലാളി ആയിരുന്നോ? ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, പാരമ്പര്യ മത്സ്യത്തൊഴിലാളിയാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം. എന്ത് നമ്മൾ നിൽക്കുന്നു? ഓക്കെ. ചായയൊക്കെ രാവിലെ കുടിച്ചോ? കസേരയൊന്നും വേണ്ട, നമുക്ക് ഇവിടെ ഇരിക്കും. പറഞ്ഞോട്ടെ. ചായയൊക്കെ കുടിച്ചോ രാവിലെ? രാവിലെ എങ്ങനെയാ പൊതുവേ ഒരു രീതി? നമ്മൾ സാധാരണ മത്സ്യത്തൊഴിലാളികളാകുമ്പം രാത്രിയിലും ഒക്കെ രാവിലെ ടൈമില്ല, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിന് യാതൊരു ടൈമും ഇല്ല. ഞങ്ങളുടെ എപ്പോഴാണ് കരയ്ക്ക് വരുന്ന ആ സമയത്ത് ഞങ്ങൾ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ ഭക്ഷണം കഴിക്കുന്നത്. കടലിൽ ഇപ്പൊ പോകുന്നുണ്ടോ? കടലിൽ ഇപ്പൊ പോകുന്നുണ്ടോ? ഇപ്പോഴേ പോകാൻ ആഗ്രഹമുണ്ട്, കുട്ടികൾ വിടുന്നില്ല. കുട്ടികൾ പോകുന്നുണ്ടോ കടലിൽ? ഒരു മകനുണ്ട്, അവൻ പോകുന്നുണ്ട്. പോകുന്നുണ്ട് അല്ലേ? ഈ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ എത്ര സമയമൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് സാധാരണ? പറയാൻ കഴിയില്ല ഒരിക്കലും. അങ്ങനെ ഒരു കണക്ക് ഒരിക്കലും മത്സ്യത്തൊഴിലാളിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ജീവിതത്തിൽ എനിക്കൊന്നു ഈ കണക്ക് കൂട്ടൽ ഒട്ടും ഒരു പക്ഷേ അങ്ങനെ കണക്ക് കൂട്ടി ജീവിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി മേഖല അല്ലേ? അതൊന്ന് കടൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? മൊത്തത്തിൽ എങ്ങനെയാ ഇപ്പം ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? ജീവിതം എന്ന് പറയുന്നത് ഈ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാലവും അവൻ അധ്വാനമല്ലാതെ ആ സമ്പാദ്യമായിട്ട് യാതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ജീവിച്ചു പോകാം, ആരുടെ മുന്നിൽ തലകുനിയാതെ. ആ ഒരൊറ്റ സ്വാതന്ത്ര്യം മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്കുള്ളൂ. ഈ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ നിക്ഷേപം കരളുറപ്പാണെന്ന് പറയാറുണ്ട് അല്ലേ? മുമ്പിലൊരു തിരമാല വന്ന് നിന്നാലും അല്ലേ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചേട്ടന് ജീവിതത്തിൽ? ഈ വള്ളത്തിൽ നിന്ന് താഴെ പോകുന്ന അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? വെള്ളത്തിന് താഴെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആണോ? ഒരുപാട്. കാര്യം ഞങ്ങൾ ഈ 7 തിരയിലും നീന്തി കടന്ന് പണിയെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മിഷ്യനും വെള്ളമൊക്കെ വന്നത്. മുമ്പ് ഈ കട്ടമരം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിലൊരുപാട് കാലം പണിയെടുത്ത ആളാണ് ഞാൻ, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ. അന്നൊക്കെ ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ അപകടങ്ങളിൽ പെട്ടിട്ട് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യന്ത്രവൽകൃതമായ ഒരു ജീവിതം വന്നതിന് ശേഷം ഇതൊന്നും ഞങ്ങൾക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് കടലിൽ പോയി തിരിച്ചു വന്നൊന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ആഘോഷമൊന്നുമില്ല, ഒരു ആഘോഷമില്ല. കാര്യം ഉണ്ടാകുമ്പോഴേ അവനെന്നും പെരുന്നാളാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ എന്നും ദാരിദ്ര്യവാസം.